Hi, welcome back to another class of on EVS of class 4, unit 5. Actually, class 4, unit 4, we had already completed the chapter, and now we are going to start the unit 5, land of arts. Okay, just see the picture below. What is happening, you can understand, right? So, Pookalam is being prepared. Okay, which look likes it's of Onam celebrations. Okay, so we are talking about the festivals which are being celebrated in our land. Okay, so that's why it's called a land of arts. Land of arts എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആർട്ട് എന്ന് വെച്ചാൽ എന്താ, കലയുടെ ലോകം, കലയുടെ ലാൻഡാണിത്, കലയുടെ ഭൂമി, കലാഭൂമിയാണിത് കേരളം. കേരളത്തിൻ്റെ തനത് ഉത്സവമായ ഓണത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, നിലീന സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ഓണം ടുഡേ. നിലീന എന്ന് പറയുന്ന കുട്ടിയുടെ സ്കൂള്, ആ കുട്ടിയുടെ സ്കൂളിൽ ഇന്ന് എന്താണ്, ഓണം സെലിബ്രേഷൻ നടക്കുകയാണ്. ഷി ലെഫ്റ്റ് ഫോർ സ്കൂൾ അലോങ് വിത്ത് ദ ഫാദർ. അവള് സ്കൂളിലേക്ക് പോയത് എങ്ങനെയാണ്, അലോങ് വിത്ത് ഹർ ഫാദർ, അവളുടെ ഫാദറിന്റെ കൂടെയാണ് പോയത്. പാരൻസ് ആൻഡ് ദ പബ്ലിക് ഹാഡ് ഓൾറെഡി റീച്ച് ദ സ്കൂൾ. അപ്പം മാതാപിതാക്കളും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഓൾറെഡി റീച്ച് ദ സ്കൂൾ, നേരത്തെ തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ദേ സ്റ്റാർട്ടഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഫീസ്റ്റ് ആൻഡ് വെർ ബിസി വിത്ത് അതർ അറേഞ്ച്മെന്റ്സ്. ദേ സ്റ്റാർട്ടഡ്, അവർ ഓൾറെഡി ആരംഭിച്ചു എന്ത്, പ്രിപ്പറേഷൻ, ഒരുക്കങ്ങൾ, എന്തിൻ്റെ, ഓഫ് ദ ഫീസ്റ്റ്, ആ ഉത്സവത്തിൻ്റെ. ആൻഡ് വെർ ബിസി, അവരെന്തായിരുന്നു, ഭയങ്കര തിരക്കിലായിരുന്നു. വിത്ത് അതർ അറേഞ്ച്മെന്റ്സ്, മറ്റുള്ള ഒരുക്കങ്ങളായിട്ട്. നിലീന ആൻഡ് ഹർ ഫ്രണ്ട്സ് ഹാഡ് ടു മേക്ക് ദ പൂക്കളം. നിലീനയും അവളുടെ സുഹൃത്തുക്കളും എന്താണ് ഉണ്ടാക്കേണ്ടിരുന്നത്, പൂക്കളമാണ് ഉണ്ടാക്കേണ്ടിരുന്നത് കേട്ടോ. ഡോണ്ട് യു സെലിബ്രേറ്റ് ഓണം അറ്റ് സ്കൂൾ? നിങ്ങൾ സ്കൂളിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാറില്ലേ, ഓണം ആഘോഷിക്കാറില്ലേ? വാട്ട് അറേഞ്ച്മെന്റ്സ് ഡു യു മേക്ക്? എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് നിങ്ങൾ, എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ചെയ്യാറ്? വാട്ട് പ്രോഗ്രാംസ് ആർ ഓർഗനൈസ്ഡ്? എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ അവിടെ ആസൂത്രണം ചെയ്യാറ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. അതൊക്കെ താഴെ എഴുതാനായിട്ട് ശ്രമിക്കാൻ പറയാണ് കേട്ടോ. സെലിബ്രേറ്റിംഗ് ടുഗദർനെസ്, എന്താ, കൂട്ടായ്മയുടെ ആഘോഷം. സെലിബ്രേഷൻ എന്ന് വെച്ചാൽ ആഘോഷം, ടുഗദർനെസ് എന്ന് വെച്ചാൽ എന്താ, കൂട്ടായ്മ, ഒത്തുചേരലിൻ്റെ ആഘോഷമാണ്. ഓണം ഈസ് അവർ നാഷണൽ ഫെസ്റ്റിവൽ. കേരളത്തെ സംബന്ധിച്ചുള്ളത് നമ്മുടെ ദേശീയ ഉത്സവമാണ്. എന്ത്, നാഷണൽ ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ദേശീയ ഉത്സവം. ഓണം ഈസ് അവർ നാഷണൽ ഫെസ്റ്റിവൽ, ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ് സെലിബ്രേറ്റ് ഓണം. ലോകത്താകമാനമുള്ള എല്ലാ മലയാളികളും എന്ത് ചെയ്യുന്നു, ഓണം ആഘോഷിക്കുന്നു. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് മഹാബലി, ദ ജസ്റ്റ് king who ruled Kerala, visits Kerala once in every year to see his subjects. എന്താണ്, ഇറ്റ് ഈസ് ബിലീവ്ഡ്, എങ്ങനെ വിശ്വസിക്കുന്നു, എന്ത്, ദാറ്റ് മഹാബലി എന്ന് പറഞ്ഞിട്ടൊരു ചക്രവർത്തി, ദ ജസ്റ്റ് കിങ്, അത് ജസ്റ്റ് കിങ് എന്ന് വെച്ചാൽ എന്താ, വളരെ നീതിമാനായ ഒരു രാജാവ്, ഹു റൂൾഡ് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന വളരെ നീതിമാനായ ഒരു രാജാവായ മഹാബലി വിസിറ്റ്സ് കേരള വൺസ് ഇൻ എവറി ഇയർ, അതായത് വർഷത്തിലൊരിക്കൽ കേരളം വിസിറ്റ് ചെയ്യുന്നു. ടു സീ ഹിസ് സബ്ജക്ട്സ്, സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രജകൾ, സബ്ജക്ട്സ് എന്ന് വെച്ചാൽ പ്രജകൾ കേട്ടോ. ടു സീ ഹിസ് സബ്ജക്ട്സ്, അവൻ്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടി, തൻ്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടി മഹാബലി എന്ന് പറയുന്ന നീതിമാനായ രാജാവ് ഓരോ വർഷവും കേരളം വിസിറ്റ് ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത്, ആഘോഷിക്കുന്നത്. ഓണം ഈസ് ഓൾസോ എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. ഓണം ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ്, ഹാർവസ്റ്റ്, വിളവെടുപ്പ്. ആഫ്റ്റർ ദ ഓണസദ്യ, ഓണം സദ്യയ്ക്ക് ശേഷം, നിലീന ആൻഡ് ഹർ ഫ്രണ്ട്സ് എൻഗേജ്ഡ് ഇൻ വേരിയസ് ഓണക്കളികൾ. നിലീനയും ഓണസദ്യ ഉണ്ടതിന് ശേഷം എന്താ, നിലീനയും അവളുടെ കൂട്ടുകാരികളും എന്താണ്, എൻഗേജ്ഡ് ഇൻ വേരിയസ് ഓണക്കളികൾ, പലതരത്തിലുള്ള ഓണക്കളികൾ കളിക്കാൻ തുടങ്ങി. വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഓണം ഈസ് എ സെലിബ്രേഷൻ ഓഫ് ടുഗദർനെസ്? എന്തുകൊണ്ടാണ് ഓണം ഒരു ഒത്തൊരുമയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ആഘോഷം എന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഫോക്ക് ഗെയിംസ്, എന്തുകൊണ്ടായിരിക്കും ഓണം ഒരു കൂട്ടായ്മയുടെ ആഘോഷം എന്ന് പറയുന്നത്? കാരണം എന്താ, ആഘോഷം എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ്. സോ പീപ്പിൾ ഗ്യാദർ ടുഗദർ ടു സെലിബ്രേറ്റ് ഓണം, സോ ഹെൻസ് വി ക്യാൻ കോൾ ഇറ്റ് എ സെലിബ്രേഷൻ ഓഫ് ടുഗദർനെസ് കേട്ടോ. ഫോക്ക് ഗെയിംസ് എന്തൊക്കെയാണ്? നാടോടിക്കളികൾ, അതായത് നമ്മുടെ നാടൻ കളികൾ എന്തൊക്കെയാണെന്ന് കാണാം. ഡോണ്ട് യു ലൈക്ക് പ്ലേയിങ് ഗെയിംസ്? നിങ്ങൾക്ക് കളികൾ കളിക്കാൻ, ഗെയിമുകൾ കളിക്കാൻ ഇഷ്ടമല്ലേ? ഫോക്ക് ഗെയിംസ് ആർ ദ ഗെയിംസ് പ്ലേഡ് ഇൻ എ ലൊക്കാലിറ്റി ഫോർ എ ലോങ് ടൈം. അതായത് വർഷങ്ങളായിട്ട് ഒരു ഏരിയയിൽ കളിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു ഗെയിമിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു കളിയാണ് നമ്മൾ എന്ത് പറയുക, ഫോക്ക് ഗെയിംസ് എന്ന് പറയാം അല്ലേ. മെൻഷൻ ദ നെയിംസ് ഓഫ് ഫോക്ക് ഗെയിംസ് യു നോ. നിങ്ങൾക്ക് അറിയാവുന്ന ഫോക്ക് ഗെയിംസ് എന്തൊക്കെയാണെന്ന്
പറയാണ്. എന്തൊക്കെയാ കളിക്കുക? ചുട്ടിയും കോലും, പിന്നെന്താണ് ഈ സാറ്റ് കളിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കളികളില്ലേ? അതൊക്കെ എന്താണ്? ഫോക്ക് ഗെയിംസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും കുറച്ച് ഗെയിംസിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാം. മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതി. കാരണം ഫോക്ക് ഗെയിംസ് വിൽ നോട്ട് ഹാവ് എ ഇംഗ്ലീഷ് വേർഡ് ബിക്കോസ് ദാറ്റ് ഈസ് എ ലോക്കൽ ഗെയിം, റൈറ്റ്? സോ അതുകൊണ്ട് ലെറ്റ്സ് നൗ ട്രൈ ടു നോ അബൌട്ട് വൺ സച്ച് ഫോക്ക് ഗെയിംസ്. അത്തരത്തിലുള്ളൊരു ഫോക്ക് ഗെയിമിനെ നമുക്ക് പരിചയപ്പെടാം. ഗെയിമിൻ്റെ പേരെന്താ? ലഹോറി. ലഹോറി ഈസ് പ്ലേഡ് ബിറ്റ്വീൻ 2 ടീംസ്. 2 ടീമുകളായിട്ടാണ് ലഹോറി കളിക്കുക. ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് പ്ലേഡ്. ഇതെങ്ങനെയാണ് കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേക്ക് 7 പീസസ് ഓഫ് ടൈൽസ് ഓർ സിമിലർ ഫ്ലാറ്റ് ഒബ്ജക്ട്സ്. അതായത് പരന്ന ഒരു 7 കഷ്ണങ്ങൾ, കല്ല് കഷ്ണങ്ങൾ എടുക്കുക. ദിസ് ഈസ് കോൾഡ് സ്ലാബ്. ചില്ലെന്നാണ് ഇതിനെ പറയുക. അറേഞ്ച് ദ സ്ലാബ്സ് വൺ അബോവ് ദ അതർ വിത്ത് ദ സിമിലർ പീസസ് ഓൺ ടോപ്പ് ഓഫ് ദ ബിഗർ വൺസ്. അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വലുതിൻ്റെ മുകളിലേക്ക് ചെറുതുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അറേഞ്ച് ചെയ്യണം, ഒന്നിന് മുകളിൽ ഒന്നായിട്ട്. എന്നിട്ട് ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദിസ്. എന്നിട്ട് ഇതിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കണം. മാർക്ക് അനദർ ലൈൻ എ ഫ്യൂ ഫീറ്റ് എവേ. എന്നിട്ട് ഒരു വര വരയ്ക്കണം, കുറച്ച് പിന്നോട്ട് മാറിയിട്ടൊരു വര വരയ്ക്കണം. സ്റ്റാൻഡിങ് ഓൺ ദിസ് ലൈൻ. എന്നിട്ട് ആ വരയിൽ നിന്നിട്ട്, അതായത് കുറച്ച് ഇവിടുന്ന് ഈ വൃത്തത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് നമ്മൾ വരയ്ക്കുക. വരച്ചിട്ട് ആ വരയിൽ നിന്നിട്ട് എന്ത് ചെയ്യണം? ത്രോ എ ബോൾ ഓൺ ടു ദ സ്ലാബ്സ്. എന്നിട്ട് ഈ സ്ലാബ് നമ്മളിങ്ങനെ അടുക്കി വെച്ചാൽ കഷ്ണങ്ങളുണ്ടല്ലോ, അതിന് മുകളിലേക്ക് ഒരു ബോൾ എടുത്ത് എറിയണം. ഇഫ് ദ സ്ലാബ് സ്കാറ്റർ, ആ സ്ലാബുകളെല്ലാം പരന്ന് ചിന്നിച്ചിതറി പോയി കഴിഞ്ഞാലോ, ദ ടീം വിച്ച് മേക്സ് ഇറ്റ് ഫോൾ ട്രൈസ് ടു റീഅറേഞ്ച് ഇറ്റ്. ഇത് പരന്ന് പോകാനായിട്ട് കാരണക്കാരായ ടീം ഏതാണോ അവരെന്ത് ചെയ്യണം? അത് എല്ലാം വീണ്ടും എടുത്ത് അറേഞ്ച് ചെയ്യണം. വൈൽ അറേഞ്ചിങ്, അത് തിരിച്ചെടുത്ത് അതേപോലെ അടുക്കി വെക്കുമ്പോൾ ദ അതർ ടീം ട്രൈസ് ടു ഹിറ്റ് ദ പ്ലേയേഴ്സ് വിത്ത് ദ ബോൾ. ആ സമയത്ത് മറ്റേ ടീമിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ആ ബോൾ എടുത്തിട്ട് ഈ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരെ എറിയാൻ നോക്കും. ഇഫ് ദ അറേഞ്ച് ദ സ്ലാബ്സ് വിത്തൗട്ട് ബീയിങ് ഹിറ്റ്, ഒരു ഏറ് പോലും ആരമയത്തും കൊള്ളാതെ അവർ അറേഞ്ച് ചെയ്താൽ എന്താ? അവർ ലഹോറി വിൻ ചെയ്യും. ഈച്ച് പ്ലെയർ ഹാസ് 3 ചാൻസസ് ടു ത്രോ ദ ബോൾ. എല്ലാ പ്ലെയറിനും എന്തുണ്ട്? ബോൾ എറിയാനായിട്ട് 3 ചാൻസാണ് ഉള്ളത്. ഇഫ് ദ അതർ ടീം ക്യാച്ചസ് ദ ബോൾ, ഇനി മറ്റേ ടീമിൻ്റെ കയ്യിൽ ബോൾ കിട്ടിയാലോ, ദ പ്ലെയർ ഹൂ ത്രോ ദ ബോൾ, അതായത് ബോൾ എറിഞ്ഞ ആൾ എന്താവും? വിൽ ബി ഔട്ട് ഓഫ് ദ ഗെയിം. ഗെയിമിൽ നിന്ന് ഔട്ട് ആവും കേട്ടോ. ഇതാണ് ഗെയിം. തിങ്ക് ഓഫ് എ ഫോക്ക് ഗെയിം ഇൻ യുവർ പ്ലേസ് ആൻഡ് ഡിസ്ക്രൈബ് ഹൗ ഇറ്റ് ഈസ് പ്ലേഡ്. നിങ്ങളുടെ അടുത്തുള്ളൊരു ഇതുപോലത്തെ ഒരു നാടൻ കളി എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ താഴെ കേട്ടോ. വി മേക്ക് സെവറൽ ആർട്ടിക്കിൾസ് ടു പ്ലേ ഫോക്ക് ഗെയിംസ്. നമ്മൾ ഫോക്ക് ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ ഒരുപാട് തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വി മേക്ക് സെവറൽ ആർട്ടിക്കിൾസ് ടു പ്ലേ ഫോക്ക് ഗെയിംസ്. അല്ലേ? നമ്മൾ ഈ ഇത്തരത്തിലുള്ള നാടനായിട്ടുള്ള കളികൾ കളിക്കുന്നതിന് പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ അല്ലേ? ഓലയൊക്കെ മടഞ്ഞ്, ഇത് മച്ചിങ്ങയിൽ ഈർക്കിലൊക്കെ കുത്തി, അങ്ങനെ. വാട്ട് ആർട്ടിക്കിൾസ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ കോക്കനട്ട് ലീഫ്. കോക്കനട്ട് ലീഫ് വെച്ച് എന്തൊക്കെ ആർട്ടിക്കിൾസ് ഉണ്ടാക്കാമെന്നാണ് ചോദിക്കണേ. ഇപ്പോൾ എന്താ, നമ്മളിവിടെ സ്നേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ബോളിന് ഇതിനുണ്ട്, സ്നേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ദെൻ ഫാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ? അങ്ങനെ പല ആർട്ടിക്കിൾസും നമുക്ക് ഉണ്ടാക്കാം. ക്യാൻ യു മേക്ക് സിമിലർ ആർട്ടിക്കിൾസ്? ഇത്തരത്തിലുള്ള ആർട്ടിക്കിളുകൾ നിങ്ങൾ ഉണ്ടാക്കാനാണ്. മേക്ക് ദം ആൻഡ് ഓർഗനൈസ് ആൻ എക്സിബിഷൻ. അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു എക്സിബിഷൻ അറേഞ്ച് ചെയ്യണം. ഫെസ്റ്റിവൽ സീൻസ്. സാധാരണ ആഘോഷങ്ങളിൽ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നിലീന ഡയറിയിൽ എഴുതിയേക്കാണ്, വെൻ ടു സീ ദ ഫെസ്റ്റിവൽ വിത്ത് മദർ ടുഡേ. മദറിൻ്റെ ഒപ്പം ഫെസ്റ്റിവൽ കാണാൻ പോയി. പാം ലീഫ് ഫെസ്റ്റ്യൂൺസ് ഹാങ് ഓൺ റോഡ് സൈഡ്സ്. അതായത് എന്താ? കുരുത്തോലകൾ എന്നാണ് നമ്മൾ തൃശ്ശൂരൊക്കെ പറയുന്നത്. എന്താ പറയുക? തോരണങ്ങൾ. അതായത് ഈ പിന്നെ തെങ്ങിൻ്റെ തളിരോലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തോരണങ്ങൾ, അതല്ലെങ്കിൽ ഈ മാംഗോ ലീവ്സ്, അല്ലേ? മാംഗോ ലീവ്സ് ബിറ്റ്വീൻ ദ മാവിൻ്റെ ഇലകൾ അതിൻ്റെ ഉള്ളിൽ കോർത്തിട്ടിട്ടൊക്കെ അങ്ങനെ തോരണങ്ങൾ ഇട്ടേക്കണതുണ്ടായിരുന്നു. ദ ബിഗ് പന്തൽ ഇൻ ദ ടെമ്പിൾ യാർഡ്. അതായത് അമ്പലത്തിൻ്റെ മുൻപിലായിട്ട് എന്തുണ്ടായിരുന്നു? വലിയൊരു പന്തലുണ്ടായിരുന്നു. ബൾബ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഗ്ലോയിങ്. അതായത് പലതരത്തിലുള്ള ബൾബുകൾ, പല കളറുകളിലുള്ള ബൾബുകൾ, അതായത് ഇല്ലുമിനേഷൻ ബൾബുകൾ എരിയുന്നുണ്ടായിരുന്നു. ദ പൊസഷൻ വിത്ത് എലഫൻറ്റ് വിത്ത് ദ വർണ്ണക്കുട. എന്തായിരുന്നു? ഒരു ചടങ്ങ്. എന്താണ്? ആനകളെ കൊണ്ടുള്ള ചടങ്ങ്. എന്തായിരുന്നു അത്? വർണ്ണക്കുടകൾ. അതായത് കളർഫുൾ അംബ്രല്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, പിന്നെ നെറ്റിപ്പട്ടം, ആനയ്ക്ക് നെറ്റിപ്പട്ടം, വെഞ്ചാമരമൊക്കെ വെച്ചിട്ടുള്ള പ്രൊസഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചെണ്ടമേളം അറ്റ് ഇറ്റ്സ് പീക്ക്. ചെണ്ടമേളം എന്താ? നമ്മുടെ തായമ്പ ചെണ്ട കൊട്ടുന്ന മേളം അതിൻ്റെ ഹൈറ്റിൽ, നല്ല പീക്കിൽ കേൾക്കാനുണ്ടായിരുന്നു. വാട്ട് അതർ സച്ച് സീൻസ് ഹാവ് യു സീൻ? മേക്ക് നോട്ട്സ്. നിങ്ങൾ അല്ലാതെ എന്തൊക്കെ സീനുകളാണ് നിങ്ങളൊരു ഉത്സവത്തിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എഴുതാനാണ് പറയുന്നത്. ഇനി എന്താ? നമ്മളെ ബോട്ട് റേസ് എന്ന് വെച്ചാൽ എന്താ? ഓണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഒന്നാണ് വള്ളംകളി.
ഓണം ഈസ് എ പീരീഡ് ഓഫ് ബോട്ട് റേസസ്. ഓണം ഒരു സമയമാണ്. എന്തിൻ്റെ സമയമാണ്? പീരീഡാണ്. എന്തിൻ്റെ പീരീഡാണ്? ബോട്ട് റേസസിൻ്റെ, അതായത് വള്ളംകളികളുടെ സമയമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ടു സീ പീപ്പിൾ സിറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ബോട്ട്സ് സിംഗിങ് ദ വഞ്ചിപ്പാട്ട് ആൻഡ് ഡ്രോയിങ് അലോൺ, അതായത് അലോങ്. എന്തൊരു രസമാണ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് എന്ത് കാണാൻ. ടു പീപ്പിൾ സിറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ബോട്ട്സ്, പലതരത്തിൽ പല വഞ്ചികളിൽ ഇരുന്നിട്ട് വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് അവർ തുഴയുന്നത് കാണാൻ. റോയിങ് എലോങ്, മുന്നോട്ട് തുഴയുന്നത് കാണാനായിട്ട് എന്തൊരു രസമാണ്. ദ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ടുഗദർനെസ് ഓഫ് എ ഗ്രൂപ്പ് ക്യാൻ ബി സീൻ ഇൻ ദ ബോട്ട് റേസ്. അതായത് ഒരു ആകാംക്ഷയും അതായത് അത്യുത്സാഹവും ആൻഡ് എന്താ പറയുക ടുഗദർനെസ്, അതായത് ഒരു കൂട്ടായ്മയും ഒക്കെ ആ ഗ്രൂപ്പിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ബോട്ട് റേസിൻ്റെ ഗ്രൂപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഇനി എന്താ? തൃശ്ശൂർ പൂരം. നമ്മൾ തൃശ്ശൂർക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ, തൃശ്ശൂരുള്ള ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് തൃശ്ശൂർ പൂരം. ഞാനൊരു തൃശ്ശൂർക്കാരനായതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത്. ആർ ഇൻ ദെയർ ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ഓൾസോ? നിങ്ങളുടെ ഏരിയകളിലും അങ്ങനത്തെ ഫെസ്റ്റിവൽസ് ഒന്നും നടക്കാറില്ല ഇല്ലെന്ന് ചോദിക്കുകയാണ്. പ്രിപ്പയർ എ നോട്ട് ഉണ്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൂരത്തിനെ ബേസ് ചെയ്തിട്ടൊരു നോട്ട് താഴെ തയ്യാറാക്കാം. ഓക്കെ. പ്രിപ്പയർ എ ഫെസ്റ്റിവൽ കലണ്ടർ ഇൻക്ലൂഡിംഗ് ദ ഫെസ്റ്റിവൽസ് ഓഫ് യുവർ പ്ലേസ് ആൻഡ് ദയർ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അതായത് നിങ്ങൾ ഒരു ഫെസ്റ്റിവൽ കലണ്ടർ തയ്യാറാക്കുക. എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ട? ഏത് മാസത്തിലാണ് നടക്കുന്നത്, എന്ത് ഫെസ്റ്റിവലാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് എഴുതിയിട്ട് ചെയ്യുക കേട്ടോ. ദ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് ആർ ഡിഫറെൻറ്റ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് ഒരു ആഘോഷങ്ങൾ, ഉത്സവങ്ങളൊക്കെ എന്താണ്? ആർ ഡിഫറെൻറ്റ്, വ്യത്യസ്തമാണ്. ഫ്രം പ്ലേസ് ടു പ്ലേസ്, അതായത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ എന്തായിരിക്കും? ഇത് ഡിഫറെൻ്റ് ആവും. ദേ ആർ ഓൾസോ ഒക്കേഷൻസ് ഓഫ് ടുഗദർനെസ്. അതെന്താണ്? ഒക്കേഷൻസ് ആണ്. എന്തിൻ്റെ? കൂട്ടായ്മയുടെ അവസരങ്ങളാണ് അതെല്ലാം. ആർട്ട് ഫോംസ് മേക്ക് സെലിബ്രേഷൻസ് മോർ അട്രാക്റ്റീവ്സ്. അതായത് കലാരൂപങ്ങളാണ് എന്തിനെ? ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്, ആകർഷകമാക്കുന്നത്. കൾച്ചറൽ പ്രോഗ്രാംസ് ആർ കണ്ടക്റ്റഡ് ഡ്യൂറിങ് ഫെസ്റ്റിവൽസ് എവറി ഇയർ. അതായത് പലതരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസുകൾ, ആർട്ട് ഫോമുകളെല്ലാം, കലാരൂപങ്ങൾ, മേളകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കണ്ടക്ട് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. എന്തിന്? ഈ ഫെസ്റ്റിവൽസിൻ്റെ ഇടയിൽ. ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് കഥകളി. കഴിഞ്ഞ വർഷം എന്തായിരുന്നു നടത്തിയത്? കഥകളി ആയിരുന്നു. ദിസ് ഇയർ ഇറ്റ് ഈസ് ഓട്ടംതുള്ളൽ. ഈ വർഷം എന്താണ്? ഓട്ടംതുള്ളലാണ് നടത്തുന്നത്. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ സോ ഓട്ടംതുള്ളൽ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എന്ത് കാണുന്നത്? ഓട്ടംതുള്ളൽ കാണുന്നത്. മൈ ഫാദർ ടോൾ മീ മെനി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് ഓട്ടംതുള്ളൽ. എൻ്റെ ഫാദർ എന്നോട് ഒരുപാട് രസകരമായ കാര്യങ്ങൾ ഓട്ടംതുള്ളലിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഓക്കെ. ഇറ്റ് വാസ് കുഞ്ചൻ നമ്പ്യാർ ഹു ഫൗണ്ടഡ് തുള്ളൽ. ഓക്കെ. ഇറ്റ് വാസ് കുഞ്ചൻ നമ്പ്യാർ ഹു ഫൗണ്ടഡ് തുള്ളൽ. തുള്ളൽ എന്ന കല കണ്ടുപിടിച്ചതാരാണ്? കുഞ്ചൻ നമ്പ്യാറാണ്. ഫൗണ്ട് എന്ന് വെച്ചാൽ കണ്ടുപിടിച്ചത് കേട്ടോ. ദിസ് ആർട്ട് ഫോം മോക്സ് അറ്റ് ദ ഈവിൾസ് ഓഫ് സൊസൈറ്റി വിത്ത് എ പിഞ്ച് ഓഫ് ഹ്യൂമർ. ഈ കലാരൂപത്തിൻ്റെ ആർട്ട് ഫോം, ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത എന്താ? അത് മോക്ക് ചെയ്യുന്നു, കളിയാക്കുന്നു. എന്തിനാ? അറ്റ് ദ ഈവിൾസ് ഓഫ് സൊസൈറ്റി, അതായത് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ കളിയാക്കലുകൾ നിറഞ്ഞതാണ് എന്ത്? ഈ കല. വിത്ത് എ പിഞ്ച് ഓഫ് ഹ്യൂമർ, എന്തുപയോഗിച്ചിട്ട്? കുറച്ച് തമാശകൾ ചേർത്തിട്ട് സമൂഹത്തിലെ തിന്മകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് എന്ത്? തുള്ളൽ. തുള്ളൽ ഈസ് ഓഫ് 3 ടൈപ്സ്. തുള്ളൽ 3 തരത്തിലാണുള്ളത്. എന്ത്? ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ ആൻഡ് സീതങ്കൻ തുള്ളൽ. ഓക്കെ. 3 തരത്തിലുള്ള തുള്ളലാണുള്ളത്. ഒന്ന് ഓട്ടൻ തുള്ളൽ, പിന്നെ പറയൻ തുള്ളൽ, പിന്നെ സീതങ്കൻ തുള്ളൽ. ഫാദർ ഓൾസോ ടോൾ മീ അബൌട്ട് കഥകളി. അപ്പൻ പിന്നെ എന്നോട് എന്താ പറഞ്ഞ? കഥകളിയെക്കുറിച്ചും പറഞ്ഞു തന്നു. കഥകളി ഈസ് എൻ ആർട്ട് ഫോം ഓഫ് കേരള. കേരളത്തിൻ്റെ ഒരു കലാരൂപമാണ് എന്ത്? കഥകളി. ഇൻ കഥകളിയിൽ ഡാൻസ്, ആക്ടിങ്, മ്യൂസിക് ആൻഡ് ദ മുദ്രാസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. കഥകളിയിൽ ഒരു പ്രത്യേകത എന്താ? അതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രകൾക്കും ഒരേപോലെ പ്രാധാന്യമുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഒരേപോലെ പ്രാധാന്യമുണ്ട്. കഥകളി ക്യാൻ ബി ലേൺഡ് ഓൺലി ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്. കഥകളി പഠിക്കാൻ പറ്റണമെങ്കിൽ നിരന്തരമായ പ്രാക്ടീസ് ചെയ്യണം, നിരന്തരമായി പരിശ്രമിക്കണം. കഥകളി ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ആർട്സ്. കഥകളി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കലകളുടെ രാജാവ് എന്നാണ് കഥകളി അറിയപ്പെടുന്നത്. മെനി ഓഫ് ദ ആർട്ട് ഫോംസ് ഓഫ് അവർ കൺട്രി ആർ പാർട്ട് ഓഫ് റിച്വൽസ്. പല കലാരൂപങ്ങളും, നമ്മുടെ രാജ്യത്തെ പല കലാരൂപങ്ങളും എന്താണ്? റിച്വൽസിൻ്റെ ഭാഗമാണ്. പാർട്ട് ഓഫ് റിച്വൽസ്, നമ്മളുടെ റിച്വൽസിൻ്റെ, നമ്മളുടെ ആചാരങ്ങളുടെ ഭാഗമാണ്. ലെറ്റ് us try to familiarize some of the art forms. നമുക്ക് കുറച്ച് ഇതുപോലത്തെ കലാരൂപങ്ങളെ പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. ഒന്ന്, തിരുവാതിരക്കളി. Women perform the dance around a lighted lamp on the day of Tiruvadira in the month of Danu. During the Tiruvadirakali, women wear traditional Kerala costumes, decorate their hair with Dashapushpam and
clap their hands in tune with specially tuned songs. എന്താ അപ്പം നമ്മൾ കേരളത്തിലുള്ള വുമൻ ലേഡീസാണ് ഇത് പെർഫോം ചെയ്യുക. അവരൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട്, ഒരു ലൈറ്റഡ് ലാമ്പ്, ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിന് നടുവിൽ അതിന് ചുറ്റുമാണ് ഇത് തിരുവാതിര കളിക്കുക. തിരുവാതിര എപ്പോഴാണ് കളിക്കുക? ഇൻ ദ മന്ത് ഓഫ് ധനു, ഇൻ ദ ഡേ ഓഫ് തിരുവാതിര, അതായത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇത് കളിക്കുക. ഡ്യൂറിങ് ദ തിരുവാതിരക്കളിയുടെ ഇടയിൽ വുമൻ വെയർ ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ്. ഈ തിരുവാതിരക്കളിയിൽ അവരെന്താ ഉപയോഗിക്കുന്നത്? ട്രഡീഷണൽ ആയിട്ടുള്ള കേരള കോസ്റ്റ്യൂംസ്, അതായത് കേരളത്തിൻ്റെ ട്രഡീഷണൽ വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുക കേട്ടോ. ആൻഡ് ഡെക്കറേറ്റ് ദെയർ ഹെയർ വിത്ത് ദശപുഷ്പം ഉപയോഗിച്ച് അവരുടെ മുടി അലങ്കരിക്കും. ആൻഡ് ക്ലാപ്പ് ദെയർ ഹാൻഡ്സ്, അതായത് അവരുടെ കൈകൾ കൊട്ടും എങ്ങനെ? വിത്ത് സ്പെഷ്യലി ട്യൂൺ ഇൻ ട്യൂൺ വിത്ത് ദ സ്പെഷ്യലി ട്യൂൺ സോങ്സ്, അതായത് പ്രത്യേക തരത്തിലുള്ള സംഗീതത്തിനൊപ്പം ആ സംഗീതത്തിൻ്റെ താളത്തിൽ കൈകൊട്ടിക്കൊണ്ടാണ് അവർ തിരുവാതിര കളിക്കുക. Kolkali is an art form where the performers dance in a circle, they sing together and dance in the rhythm of the song, beating the sticks in tune with the song. കോൽക്കളിയുടെ പ്രത്യേകത എന്താ? കോൽക്കളി ഈസ് എൻ ആർട്ട് വേർ ദ പെർഫോമേഴ്സ് ഡാൻസ് ഇൻ എ സർക്കിൾ. പെർഫോം ചെയ്യുന്ന നൃത്തം ചെയ്യുന്നവർ എന്താ ചെയ്യുക? വൃത്തത്തിൽ നിന്നിട്ടാണ് നൃത്തം ചെയ്യുക. അവരെന്ത് ചെയ്യും? നൃത്തത്തോടൊപ്പം തന്നെ പാടുകയും ചെയ്യും. ദ സിങ് ടുഗദർ ആൻഡ് ഡാൻസ് ടു ദ റിതം ഓഫ് ദ സോങ്, അതായത് പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് അവർ ആടുകയും പാടുകയും ചെയ്യും. എന്നിട്ടോ അവരെന്ത് ചെയ്യും? അവർ ബീറ്റിംഗ് ദ സ്റ്റിക്സ് ഇൻ ട്യൂൺ വിത്ത് സോങ്, അവർ കയ്യിലുള്ള ആ കോല് വെച്ച് അതിൻ്റെ ആ താളത്തിനനുസരിച്ച് അവർ കൊട്ടുകയും ചെയ്യും. യു ആർ നൗ ഫാമിലിയർ വിത്ത് സം ആർട്ട് ഫോംസ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ആർട്ട് ഫോമുകളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. ആർ ആൻഡ് ദെയർ സച്ച് ആർട്ട് ഫോംസ് ഇൻ യുവർ പ്ലേസ് ഓൾസോ? ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ നിങ്ങളുടെ ഭാഗങ്ങളിലും ഇല്ലേ? ട്രൈ ടു ഫൈൻഡ് ഫാക്ട്സ് അബൌട്ട് ദ ആർട്ട് ഫോംസ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ഏരിയയിലുള്ള, നിങ്ങളുടെ പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള കലാരൂപങ്ങളെക്കുറിച്ച് കണ്ടുപിടിക്കുക. ആൻഡ് റൈറ്റ് അബൌട്ട് ദെയർ പെക്യുലാരിറ്റീസ്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് എഴുതുക. Look at the pictures. They are various art forms of our state. Collect details about these art forms and record them in the environment diary. നിങ്ങളുടെ EVS ഡയറിയിൽ എന്ത് എഴുതണം? ഈ താഴെ കൊടുത്തിരിക്കുന്ന ആർട്ട് ഫോമുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ടാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചാക്യാർ കൂത്ത്. ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പെക്യൂരിയാരിറ്റീസ്, പ്രത്യേകതകൾ എന്താണ്? അതുപോലെ തന്നെ മാർഗം കളി, അതിൻ്റെ പ്രത്യേകതകൾ, എന്ത് രീതിക്കാണ് പെർഫോം ചെയ്യുന്നത്? കൂടിയാട്ടം, പിന്നെന്താണ്? ദഫ്മുട്ട്, തെയ്യം, കുമ്മാട്ടി, ഒപ്പന, മോഹിനിയാട്ടം, പടയണി, ഇതൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലുള്ള കേരളത്തിൻ്റെ കലാരൂപങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ശേഖരിച്ച് അതിനെക്കുറിച്ചൊരു ആൽബം ഉണ്ടാക്കി അതിനെക്കുറിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നിലിന ആൻഡ് ഹെർ ഫ്രണ്ട്സ് കെയിം ടു സീ എൻ എക്സിബിഷൻ ഓഫ് പെയിൻറ്റിംഗ് ആൻഡ് സ്കൾപ്ചർ. ദ ബ്യൂട്ടി ഓഫ് ദ പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചർ അട്രാക്റ്റഡ് ദം എ ലോട്ട്. അവരൊരു നിലിനയും അവരുടെ ഫ്രണ്ട്സും കൂടി ഒരു എക്സിബിഷൻ കാണാൻ പോയി. എന്തായിരുന്നു എക്സിബിഷൻ? പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചേഴ്സ്, അതായത് ചിത്രകലയും പിന്നെ അതുപോലെ തന്നെ ശില്പകലയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു എന്തായിരുന്നു? എക്സിബിഷനായിരുന്നു. പെയിൻറ്റിങ്ങുകളുടെ ഭംഗി, ചിത്രങ്ങളുടെയും അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ ഭംഗി അവരെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തു, ആകർഷിച്ചു. ഓക്കെ. പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ ആർ ഓൾസോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ട് ഫോംസ്. പിന്നെന്താ? ചിത്രം വരയ്ക്കുന്നത്, ചിത്രരചനയും അതുപോലെ തന്നെ ഈ സ്കൾപ്ചർ ചെയ്യുന്നതും, കൊത്തുപണികൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതും, അതായത് ശില്പകല ചെയ്യുന്നതും എന്താണ്? ആർ ഓൾസോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ട് ഫോംസ്, അതായത് പലതരത്തിൽ, അത് ഒരു തരത്തിലുള്ള കലാരൂപങ്ങളാണ്. അവർ സ്റ്റേറ്റ് ഹാസ് എ റിച്ച് ട്രഡീഷൻ ഓഫ് പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ. നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന് വളരെ സമ്പന്നമായൊരു ട്രഡീഷനാണുള്ളത്. എന്തിനെ? പെയിൻറ്റിങ്ങിലും അതുപോലെ തന്നെ ശില്പകലയിലും. ദ വേൾഡ് ഫേമസ് പെയിൻറ്റർ ആൻഡ് ദ ആർട്ടിസ്റ്റ് രാജാ രവിവർമ്മ ബിലോങ്സ് ടു കേരള. ലോക പ്രശസ്തനായ പെയിൻറ്റർ രാജാ രവിവർമ്മ എവിടെയാണ് ഉള്ളത്? മലയാളിയാണ്, കേരളീയനാണ് കേട്ടോ. കളക്ട് കോപ്പീസ് ഓഫ് പെയിൻറ്റിങ്സ് ഓഫ് രാജാരവിവർമ്മയുടെ പെയിൻറ്റിങ്ങുകളുടെ കോപ്പീസ് കളക്ട് ചെയ്യാൻ പറയണം. ഈ ചിത്രം രാജാരവിവർമ്മയുടേതാണ് കേട്ടോ. കളക്ട് കോപ്പീസ് ഓഫ് ഗ്രേറ്റ് പെയിൻറ്റിങ്സ് ആൻഡ് കണ്ടക്ട് ആൻ എക്സാമിനേഷൻ ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ഒരു ക്ലാസ്സിൽ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പറയണം. എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ പറയണം. ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ കളക്ട് ചെയ്തിട്ട്. ഇദ്ദേഹമാണ് രാജാ രവിവർമ്മ. ഇദ്ദേഹം വരച്ച ചിത്രമാണിത്. ദ സ്കൂൾ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ ആർട്സ് ഫെസ്റ്റിവൽ. സ്കൂൾ എന്ത് ചെയ്യാണ്? തയ്യാറെടുക്കുകയാണ് ഇതിന്, ആർട്ട് ഫെസ്റ്റിവലിന്. തിരുവാതിരക്കളി ആൻഡ് ഒപ്പന ആർ സം എമംഗ് ദ ഐറ്റംസ്. തിരുവാതിരക്കളിയും ഉണ്ട്, ഒപ്പനയും ഉണ്ട്. ഇത്തരത്തിലുള്ള
പ്രോഗ്രാമിൻ്റെ ഇടയിൽ. അതായത് എന്തൊക്കെ പരിപാടികളാണോ അതിൽ എന്തൊക്കെയുണ്ട്, ഒപ്പനയുണ്ട്, തിരുവാതിരക്കളിയുണ്ട്. നിലീന ലൈക്ക് സിംഗിങ് സോങ്സ്. നിലീനയ്ക്ക് എന്താ ഇഷ്ടം? പാട്ട് പാടാൻ ഇഷ്ടമാണ്. നിലീന ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ക്ലാസിക്കൽ മ്യൂസിക്. അവൾ എന്തിലാണ് ഭാഗമാക്കാവുന്നത്? ക്ലാസിക്കൽ മ്യൂസിക്കിൽ, അത് ശാസ്ത്രീയ സംഗീതത്തിലാണ്. ലൈറ്റ് മ്യൂസിക് ആൻഡ് മാപ്പിളപ്പാട്ട്. പിന്നെയോ ലളിതഗാനത്തിലുണ്ട്, മാപ്പിളപ്പാട്ടിലുണ്ട്. ലെറ്റ് us ട്രൈ ടു ഫൈൻഡ് ഔട്ട് സം ഫാക്ട്സ് അബൌട്ട് മ്യൂസിക് ആസ് വി ഹാവ് എ ഗ്രേറ്റ് ട്രഡീഷൻ ഓഫ് ഇറ്റ്. ഇനി നമുക്ക് സംഗീതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നോക്കാം. അതിലും നമ്മൾക്ക് എന്താണ് വളരെ വളരെ വലിയ ഒരു ട്രഡീഷൻ തന്നെ ഉണ്ട്. ഇരയമ്മൻ തമ്പി. ഇരയമ്മൻ തമ്പി എഴുതിയിട്ടുള്ള പാട്ടാണ് ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമള താമര പൂവോ എന്ന് പറയുന്ന പാട്ട്. ഇത് ഈ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദ സോങ് വാസ് റിട്ടൺ ബൈ ഇരയമ്മൻ തമ്പി. ഇദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത്. ഹി മെയ്ഡ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ടു ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. അദ്ദേഹം വളരെ വിലമതിക്കുന്ന സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്തിന്? സാഹിത്യത്തിനും സംഗീതത്തിനും. ഈ പാട്ട് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ഓമന തിങ്കൾ കിടാവോ നല്ല കോമല താമര പൂവോ. ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. വളരെ മനോഹരമായ പാട്ട് ഇരയമ്മൻ തമ്പിയുടേതാണ്. സ്വാതി തിരുനാൾ അതുപോലെ തന്നെ വളരെ അധികം സംഗീതത്തെ സ്നേഹിച്ചിരുന്ന, സംഗീതത്തിലെ വളരെ പ്രഗത്ഭനായ ഒരാളാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ വാസ് എ കിങ് വെൽ വേഴ്സ്ഡ് ഇൻ മ്യൂസിക്. അദ്ദേഹം ഒരു രാജാവായിരുന്നു, വെൽ വേഴ്സ്ഡ് ഇൻ മ്യൂസിക്, അതായത് സംഗീതത്തിൽ വളരെ പ്രഗത്ഭനായിരുന്നു. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 500 വർക്ക്സ് ഇൻ മലയാളം, സാൻസ്ക്രിറ്റ്, ഹിന്ദി, തമിഴ്, തെലുങ്കു ആൻഡ് കന്നഡ. അദ്ദേഹം അതായത് 500-ലധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ ഭാഷയിൽ? മലയാളത്തിൽ, സംസ്കൃതത്തിൽ, ഹിന്ദിയിൽ, തമിഴിൽ, തെലുങ്കുവിൽ ആൻഡ് കന്നഡ. ഓക്കെ. സ്വാതി തിരുനാളിനെ കുറിച്ച് ഇപ്പോഴും സ്വാതി തിരുനാൾ കീർത്തനങ്ങൾ, സ്വാതി തിരുനാൾ പിന്നെ മെമ്മോറിയലിൽ നടത്തുന്ന ഒരുപാട് പ്രോഗ്രാംസുകൾ ഇപ്പോഴും ഉണ്ട്. ഫോക്ക് സോങ്സ്. Folk songs are songs of a locality that are passed from one generation to another. ഇനി നാടൻ പാട്ടുകൾ. നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ നിന്ന് ഉത്ഭവിച്ച് ഒരു ജനറേഷനിൽ നിന്ന്, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ത്? ഫോക്ക് സോങ്സ് അഥവാ നാടൻ പാട്ടുകൾ. ഫോക്ക് സോങ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഫോക്ക് സോങ്സ് പലതരത്തിലുണ്ട്. ദോസ് റിലേറ്റഡ് ടു ഫാമിംഗ്, അതായത് കൃഷിയെ സംബന്ധിച്ച്, ഹാൻഡിക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കൾ, എൻ്റർടൈൻമെൻറ്റ്, നമ്മുടെ വിനോദം, കസ്റ്റംസ്, ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ ആചാരങ്ങൾ, ജീവിത രീതികളൊക്കെ സംബന്ധിച്ച് നമുക്ക് ഫോക്ക് സോങ്സ് ഉണ്ട്. ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഗാദർഡ് ത്രൂ ജനറേഷൻസ് ആർ സീൻ ഇൻ ഫോക്ക് സോങ്. അതായത് അറിവ്, അതായത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഗ്യാതേർഡ് എന്ന് വെച്ചാൽ കൂട്ടിച്ചേർത്ത, എക്സ്പീരിയൻസ് നിന്ന് കൂട്ടിച്ചേർത്ത അറിവുകൾ നമുക്ക് ഈ പാട്ടുകളിൽ കാണാനായിട്ട് സാധിക്കും. ഞാറ്റുപാട്ട്, പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുന്നാര പാട്ടൊന്ന് പാടാമോ, ഇതൊക്കെ ഞാറ്റുപാട്ടാണ്. അതായത് ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടാണ്. ഓക്കെ. ഇനി കളക്ട് അതർ ഫോക്ക് സോങ്സ് ആൻഡ് പ്രസന്റ് ദം ഇൻ ക്ലാസ്സസ്. മറ്റ് നാടൻ പാട്ടുകളെ കളക്ട് ചെയ്തിട്ട് ഇതിൽ ക്ലാസ്സിൽ പാടാനാണ് പറയുന്നത് കേട്ടോ. ഇനി വടക്കൻ പാട്ട് ആ സോങ്സ് ദാറ്റ് ആർ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ദ മലയാളം ലാംഗ്വേജ്. അതായത് വടക്കൻ പാട്ടുകൾ മലയാളം ഭാഷയ്ക്ക് വലിയ ഒരു സംഭാവന നൽകിയിട്ടുള്ളതാണ്. ദർ വെർ കളരീസ് ടു ഓഫ് മിലിറ്ററി ട്രെയിനിങ് വെൻ ദ കൺട്രി വാസ് റൂൾഡ് ബൈ ദ നാടുവാഴികൾ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ മിലിറ്ററി ട്രെയിനിങ് കൊടുത്തിരുന്നതിൻ്റെ പേരാണ് കളരി എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് വെൻ ദർ വെർ കോൺഫ്ലിക്ട്സ് ഓർ പ്രോബ്ലംസ് ദാറ്റ് കുഡ് നോട്ട് ബി സോൾവ്ഡ്, പീപ്പിൾ ചലഞ്ച് ഈച്ച് അതർ ടു അംഗംസ്, അതായത് ഡ്വൽസ്. അതായത് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ്? അംഗം വിളിക്കും. അതായത് കളരിപ്പായിട്ട് നടത്തി അംഗം ജയിക്കണം. ഓക്കെ. സ്കിൽഡ് അംഗച്ചേകവേഴ്സ്, അതായത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള അംഗച്ചേകവർ, വാരിയേഴ്സ്, വെർ അപ്പോയിൻറ്റഡ് ഓൺ ബോത്ത് സൈഡ്സ്. അവരെന്ന് രണ്ട് സൈഡിലും വാടകയ്ക്ക് ആൾക്കാരെ എടുത്ത് അവിടെ നിർത്തും. എന്നിട്ടോ വടക്കൻ പാട്ട് ആർ ദ സോങ്സ് ഡിസ്ക്രൈബിങ് ദ വാല്യൂ ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ് ലൈക്ക് തച്ചോളി ഉദയനൻ, ഉണ്ണി ആർച്ച എക്സെട്ര. ഈ വടക്കൻ പാട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വാരിയേഴ്സ്, ഈ അങ്കത്തട്ടിൽ നിന്ന് അംഗം വെട്ടുന്ന ചേകവന്മാർ, അവരെ കുറിച്ചിട്ടുള്ള പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. അതിലേറ്റവും ഫേമസ് ആണ് തച്ചോളി ഉദയനൻ, ഉണ്ണി ആർച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ പിന്നെ ചന്തു,
ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചതിക്കകത്ത് ചന്തു, ചതിക്കുന്ന ചന്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിനിമകളുടെ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ വടക്കൻ പാട്ടിലെ കഥാപാത്രങ്ങളാണ്. ഓക്കെ. മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട് ആർ പോയറ്റിക് ഫോം ഓഫ് യുണീക് ഫീച്ചേഴ്സ്. ഇറ്റ് വാസ് മൊയിൻ കുട്ടി വൈദ്യർ ഹൂ പോപ്പുലറൈസ് ദ മാപ്പിളപ്പാട്ട് ഇൻ കേരള. അതായത് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ ഒരു കവിതാത്മകമായിട്ടുള്ള പാട്ടുകളാണിത്. മൊയിൻ കുട്ടി വൈദ്യരാണ് ഈ പാട്ടുകൾ കേരളത്തിൽ പോപ്പുലറൈസ് ആക്കിയത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ പാഠം. ഇതിൽ നമുക്ക് പിന്നെ നമുക്ക് അസസ്മെൻറ്റ് നോക്കാം. റൈറ്റ് നോട്ട് ഓൺ ദ ആർട്ട് ഫോംസ് യു ഐഡൻറ്റിഫൈഡ്. നിങ്ങൾ കണ്ടുപിടിച്ച ആർട്ട് ഫോമുകളെ കുറിച്ചൊരു നോട്ട് എഴുതാനാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തുള്ള പ്രത്യേക ഇപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്യാത്ത നിങ്ങൾ മേക്ക് എ ലിസ്റ്റ് ഓഫ് ലോക്കൽ ഫെസ്റ്റിവൽസ്. നിങ്ങളുടെ പ്രദേശത്തുള്ള ലോക്കൽ ഫെസ്റ്റിവലുകളുടെ ഉത്സവങ്ങളുടെ, അതായത് ഉത്സവം, പെരുന്നാൾ, പൂരം എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. വിച്ച് ആർ ദ ആർട്ട് ഫോംസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ കേരള. കേരളത്തിൽ ഉത്ഭവിച്ച ആർട്ട് ഫോമുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ്. ഇനി താഴെ പറയുന്നത് മാച്ച് ചെയ്യുക. കിങ് ഓഫ് ആർട്സ്. കിങ് ഓഫ് ആർട്സ് എന്താണ്? കഥകളി കേട്ടോ. മ്യൂസിക് സ്വാതി തിരുനാൾ. ആർട്ട് ഫോം വിത്ത് ഹ്യൂമർ ഓട്ടൻതുള്ളൽ. വേൾഡ് ഫേമസ് പെയിൻറ്റർ ആൻഡ് ആർട്ടിസ്റ്റ് രാജാ രവിവർമ്മ. എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും എൻ്റെ ക്ലാസ്സുകൾ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അവർക്ക് അതുവഴി അവരുടെ കുട്ടികളെ കൂടുതൽ നന്നായി പഠിപ്പിക്കാനും ഒക്കെ സാധിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ ഇതുവരെയും ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക് യു. കൂടുതൽ അറിവ് പകരാനായിട്ട് അറിവ് നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.